I'll be the last one left when the lights go out. I'm down to one last breath. മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയൊരുക്കുന്ന ക്രിസ്റ്റോ സേവ്യർ മ്യൂസിക് പകർന്നിട്ടുള്ള വിഷ്ണു ശർമ്മയുടെ ക്യാമറയുള്ള വൈശാഖ് സംവിധാനം ടർബോ ആരംഭിച്ച് ആദ്യ ഷോട്ട് തന്നെ കിടുവായിരുന്നു. പടത്തിലേക്ക് വൈശാഖ് നമ്മളിങ്ങനെ കൊണ്ടുപോയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു മാരി ജനറിക് വില്ലനും രക്ഷപ്പെടുത്തലും ബഹളവും അടിപിടി ഇതൊക്കെ ആയിരിക്കും എന്നുള്ള തന്നെയായിരുന്നു എൻ്റെ ഒരു ഈശയ സാധനം. കുറേ നാട്ടുകാരിങ്ങനെ ഫൈറ്റിംഗ് കൊണ്ട് വാപൊടിച്ചിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഫൈറ്റ് സീക്വൻസുകൾ പറയുകയാണെങ്കിൽ പൊതുവെ മൊത്തം സിനിമയിൽ ഞാൻ അത്ര ഇംപ്രസ്ഡ് അല്ല. കാരണം ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ പ്രെഡിക്റ്റബിൾ ആണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ബോറടിച്ചു കേട്ടോ. സത്യം സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു നായകനാണ് ടർബോ. ഫസ്റ്റ് ഹാഫിൽ ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട്. ടർബോ എന്ന് പറയുന്ന ഒരു പേരും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ട്രെയിലറിലുള്ള കുറച്ച് കട്ട്സും ഒക്കെ കാണുമ്പോൾ നമ്മൾ നല്ല ഇടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇടികളൊക്കെ വർക്കായതിനേക്കാൾ കൂടുതൽ കുറച്ച് രസമായിട്ട് തോന്നിയത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഹ്യൂമറാണ്. പൊട്ടിച്ചിരിച്ച് മലക്കം പറഞ്ഞ് അങ്ങനെയല്ല, ഒരു ചെറിയ പുഞ്ചിരി നമ്മളിൽ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു ചിരികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. മമ്മൂക്കാരുടെ ഒരു ഇൻട്രോ ഉണ്ട് വിച്ച് വാസ് വെരി നൈസ്. ഗുണ്ടകൾ പറന്നു വരുന്നതും തിരിച്ച് പറന്നു പോകുന്നതുമാണെങ്കിലും ഇതൊക്കെയും നമ്മൾ എത്രയോ സിനിമകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ജനറിക് ആയിട്ടുള്ളൊരു വില്ലൻ രാജ്പി ഷെട്ടിയാണ് അത് ചെയ്യുന്നത്. രാജ്പി ഷെട്ടിക്ക് പകരം വേറെ ആർക്ക് വേണമെങ്കിലും ആ സീൻ ചെയ്യാം, ആ ഒരു റോള് ചെയ്യാമായിരുന്നു. ഈ പടം എനിക്ക് പേഴ്സണലി ഒരു ദുരന്തമായി തോന്നാതിരുന്നത് ഈ പറഞ്ഞ ഈ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിൽ പടം ഹൈ ആയതുകൊണ്ട് മാത്രം. സെക്കൻഡ് ഹാഫ് ഭയങ്കരം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പേസിങ് ഉണ്ടല്ലോ, അത് ആ കട്ട് ചെയ്തിരിക്കുന്നത് എഡിറ്റ് ചെയ്തിരിക്കുന്നതിനെയൊക്കെ നമിക്കണം. എസ്പെഷ്യലി ഇതിലോ സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീക്വൻസ് ചേസ് കിട്ടു. വൈശാഖിൻ്റെ മേക്കിംഗ് കൊണ്ട് നല്ല രീതിക്ക് എൻഗേജിങ് ആക്കപ്പെട്ടിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി മുതൽ ഒരു അവസാനം വരെ അങ്ങനെ ഒരു ടോട്ടലി വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ ഒരു ടിപ്പിക്കൽ ക്ലീഷേ മാസ് മസാല സാധനം. അതാണ് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടർബോ.